ഈ MSc എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, എന്തോരം വേക്കൻസികൾ ഇടണമെന്ന് അറിയാമോ? അവർ ആഴ്ചയിൽ 2, 3, 4 വേക്കൻസികൾ വെച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ കമ്പനി അത്രയും വലുതാണെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ മിക്ക ഇടുന്നതും MScയുടെയാണ് കൂടുതൽ ഇടുന്ന വീഡിയോസ്. അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത് MSc ഡെക് ആൻഡ് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസറാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് QR കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അവർ ചോദിച്ചിരിക്കുന്ന മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അത് വിട്ടുപോകരുത്. അതുകൂടാണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ കയ്യിലുണ്ടായിരിക്കണം, ഫോട്ടോ ഉണ്ടായിരിക്കണം, അപ്ഡേറ്റഡ് റെസ്യൂം ഉണ്ടായിരിക്കണം, പേ സ്ലിപ്പ് ഉണ്ടായിരിക്കണം. അതായത് സ്റ്റിൽ വർക്കിംഗ് ആണെന്നുള്ള കാണിക്കുന്നുള്ള പേ സ്ലിപ്പ് നിങ്ങളുടെ ഉണ്ടാവണം. ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കുന്നവർക്കുള്ള പേ സ്ലിപ്പ് ഉണ്ട്. കാരണം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ എടുക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അത് മറന്നു പോകരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പഴയ വീഡിയോസിലും പറയുന്നുണ്ട്, ഈ പറയുന്ന വീഡിയോയിലും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ട് എല്ലാം അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്ക് അയച്ചു കൊടുക്കുക. ആരെങ്കിലും പബ്ലിക് ഹെൽത്ത് ഓഫീസറായിട്ടുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ക്രൂസ് ലൈൻ ഷിപ്പിൽ ജോലിക്ക് കയറാൻ പറ്റിയ അവസരമാണ്, പാഴാക്കരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ തന്നേ കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് എൻ്റെ പ്രൊഫൈലുണ്ട്. അതിൽ കയറിയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു 10-12 മിനിറ്റിൻ്റെ വീഡിയോ, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ വേക്കൻസികളാണെന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതൊന്ന് കയറി നോക്കിയിട്ട് അതിനകത്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.